ഗൈസ്, ഇതാണ് കൊട്ടിയൂർ പുഴ. കൊട്ടിയൂർ അമ്പലത്തിൽ പോയവരൊക്കെ ഈ പാലത്തിലൂടെയാണ് അക്കരയ്ക്ക് ഇക്കരയ്ക്കൊക്കെ കടക്കുന്നത്. കണ്ടോ, പുഴ ആർത്തട്ടഹസിച്ചിട്ടാണ് പോണത്. തോരാത്ത മഴയിലും എത്രയോ ജനങ്ങളാണ് ഇവിടെ വന്ന് തൊഴുത് മടങ്ങുന്നത്. എത്ര വെള്ളത്തിലൂടെയായാലും അവർ അമ്പലങ്ങളിൽ വന്ന് തൊഴുത് മടങ്ങുന്നു. വളരെ ഭക്തിപുരസരമായ ഒരു ദൃശ്യമാണിത്. കണ്ടോ, വെള്ളം കുത്തി ഒഴുകി പാഞ്ഞാണ് പുഴ ഒഴുകുന്നത്. എന്നിട്ടും എത്രയോ പേർ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നറിയോ? കണ്ടോ, അക്കരയ്ക്കും ഇക്കരയ്ക്കും കടക്കാൻ പാലുണ്ട്. വെള്ളത്തിലൂടെ വേണം അമ്പലത്തിലേക്ക് കയറാനും ഇറങ്ങാനും. കണ്ടോ, ജനങ്ങൾ പുഴക്കരയിലൂടെ നടന്ന് പോകുന്നത്. പാലത്തിലൂടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നുണ്ട്. പുഴയെ കാണാൻ എന്ത് രസമല്ലേ. തോരാത്ത മഴയാണ്, എന്നാലും ഭക്തജനങ്ങൾക്ക് ഒരു കുറവില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്ന് തൊഴുത് പോകുന്നത്. ഉണ്ടോ, ഇതാണ് കൊട്ടിയൂർ പുഴ. ഇനി കൊട്ടിയൂർ അമ്പലവും ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോളൂ, ഉണ്ടോ, ജനങ്ങൾ വരുന്നത് കണ്ടോ. കൊട്ടിയൂർ അപ്പനെ തൊഴാൻ എത്രയാ ജനങ്ങൾ വന്നു പോകുന്നത്. ഇതൊക്കെ കാണാൻ നല്ല കൗതുകമുള്ള ഒരു സംഭവമാണ്. ഉണ്ടോ, ഇവിടെ പേടിച്ച് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. പുഴയിലിറങ്ങാനൊന്നും പാടില്ല. പുഴയിലിറങ്ങിയാൽ വെള്ളം കൊണ്ടുപോകണത് അറിയില്ല.